പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് പറ്റി. നിറപറയും നിലവിളക്കും കൊട്ടും കുരവയും ഒന്നുമില്ലാത്തൊരു താലികെട്ട്. ദേവി എന്റെ കൈകൊണ്ട് താലി കെട്ടിച്ചു. അച്ഛനമ്മമാരെ എവിടെന്നോ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ഒരു നീലിമ. പച്ച പരിഷ്കാരിയായ അവളുടെ വലയിൽ വീഴാതെ ദേവി എന്നെ രക്ഷിച്ചതാ. പാവമാ. വന്ദനെ സ്വപ്നം കണ്ട് നടക്കുക അവൻ. അതിന്റെ സന്തോഷമാ മുഖത്ത്. പാവം വന്ദന. അവള് കഴുത്തിലൊരു താലി കണ്ട് അവൾ ആകെ പരിഭ്രമിച്ചിട്ടുണ്ടാവും. ജഗൻ കെട്ടിയ താലിയാണെന്ന് അറിയാതെ അവളുടെ ചിന്തകൾ ഇപ്പോൾ പല വഴിക്കും ഉടറി നടക്കുന്നുണ്ടാവും. വിവാഹം കഴിയാത്ത പെണ്ണിന് താലി ഒരു ഭാരമാണെന്ന് കരുതി അവളത് പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടാവോ? എന്താണ് ജഗന്റെ മുഖത്തൊരു നിലാവെട്ടം? 1000 ചന്ദ്രന്മാര് ഒരുമിച്ച് ഉദിച്ചതുപോലെ ഉണ്ടല്ലോ. ഏട്ടത്തി എന്താ ഒന്നും അറിയാത്ത പോലെ. നടക്കട്ടെ നടക്കട്ടെ. പ്രണയിനിയെ കുറിച്ചുള്ള ചിന്തയ്ക്ക് തടസ്സം ഉണ്ടാക്കി ഒരു കട്ടുറുമ്പിന്റെ വേഷം കെട്ടാൻ ഞാനില്ല. നീലിമയായിട്ടുള്ള കല്യാണക്കാര്യം മുറുക്കി ജഗനെ സമ്മർദ്ദത്തിലാക്കണം. എന്നാലേ ഇവൻ എടുത്തു ചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഈശ്വര, ആരാ ഇതിന്റെ കഴുത്തി കെട്ടിയത്? ഏത് സമയത്ത് എന്റെ കഴുത്തി കെട്ടിയത്? ഈ താലി എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഇത് പൊട്ടിച്ചെറിയാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല എനിക്ക്. ആരോട് ഇതിനെ കുറിച്ച് മനസ്സ് തുറന്നൊന്നും എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ ഭഗവതി. എന്ത് തെറ്റിയിട്ടാ എന്നോട് ഈ പരീക്ഷണങ്ങളൊക്കെ? എന്റെ ദേവി, എനിക്കറിയാം ഇതാരാ എന്റെ കഴുത്തിൽ കെട്ടിയതെന്ന്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന? വേണ്ട, ഇതെനിക്ക് വേണ്ട. ഞാനറിയാതെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ എന്റെ കഴുത്ത് വീണ് മിന്നല്ലോ കൊലക്കയറാം പൊട്ടിച്ചെറിയ. എങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടും. ഞാനറിയാതെ എന്റെ കഴുത്തിൽ വേണ്ടി താൻ എനിക്ക് വേണ്ട.
തമ്മിലുള്ള വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചോ? എന്താ ഇത്ര സംശയം? അല്ല, ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് വന്ന ശേഷം അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും കേട്ടില്ല. ജഗന്റെ അച്ഛനും നീലിമയുടെ അച്ഛനും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇനി കൂടുതൽ ചർച്ചയുടെ ഒന്നും കാര്യമില്ല. ജഗൻ ഈ ബന്ധം ഇഷ്ടമല്ലെന്നല്ലേ പറയുന്നത്? ജഗന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇവിടെ ആരും നോക്കുന്നു? എന്നും ഇങ്ങനെ നാട്ടുകാരുടെ കാര്യമൊക്കെ നോക്കി തേരാപ്പാരം നടന്നാ മതിയോ? അവനും വേണ്ടി ഒരു വിവാഹ ബന്ധമൊക്കെ. ദേ, നീലിമയായിട്ടുള്ള ബന്ധം നടന്നു കഴിഞ്ഞാ അത് ഈ കുടുംബത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്നാ നിന്റെ അമ്മായിയച്ഛന്റെ കണക്കുകൂട്ടൽ. നീലിമയുടെ അച്ഛൻ നമ്പ്യാരും ഇവിടുത്തെ ആളും ഒത്തുചേർന്നാ ഇവിടെ പുതിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാകും അത്രേ. അക്കാര്യത്തെ എനിക്കും സംശയമൊന്നുമില്ല. അമ്മാവന്റെ പല കണക്കുകൂട്ടലുകളും ജഗൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിവാഹ കാര്യത്തെ അമ്മാവന്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴയ്ക്കാൻ പോകുന്നില്ല. ജഗന്റെ എല്ലാ ഉടായ്പകളും ചീറ്റിപ്പോവും. അത് പറ. അങ്ങനെ കുടുംബത്തിന്റെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുന്ന മരുമോളാവാൻ നോക്ക്. ഞാൻ മരുമോളായിട്ട് കുറെ കാലം ആയില്ലേ അമ്മേ? അതവിടെ നിക്കട്ടെ. എന്താ നീലിമയെ കുറിച്ച് അമ്മയ്ക്കുള്ള അഭിപ്രായം? അമ്മയുടെ സങ്കല്പത്തിലുള്ള മരുമോള് തന്നെയാണോ? അതെ. ഉയർന്ന വിദ്യാഭ്യാസം, ലോകപരിചയം, പക്വത എല്ലാം നീലിമയ്ക്കുണ്ടല്ലോ. അവൾ എന്റെ മകന് എന്തുകൊണ്ടും ചേരും. എന്താ തർക്കമുണ്ടോ നിനക്ക്? ഏയ്, എനിക്കൊരു തർക്കമില്ല. പക്ഷേ ഒരാശങ്ക എനിക്കില്ലാതില്ല. അതെന്താ? ജഗന് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് നീലിമയ്ക്ക് ഈ ബന്ധത്തെ ഇഷ്ടക്കേടുണ്ട്. ഓ, ആ ഇഷ്ടക്കേട് കാരണം ഈ ബന്ധം നടക്കാതെങ്ങാനും വരുമോ? അപ്പോ അതാണ് ഈ വിവാഹം നടക്കാതിരിക്കാൻ നീ കണ്ട ഒരേ ഒരു കാര്യം. മോളെ, നിന്റെ ഈ ചോദ്യം ഇവിടുത്തെ കുറുപ്പ് സാറ് നീലിമയുടെ അച്ഛൻ നമ്പ്യാർ സാറിനോട് ചോദിച്ചിട്ടുള്ളതാ. അതിനുള്ള മറുപടിയുടെ കാര്യത്തിലും അവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ടേ നിനക്ക് ആശങ്കയൊന്നും വേണ്ട. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ആ, നിക്ക്. അഥവാ നീലിമയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവനെ കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് നീ ആ ഇഷ്ടക്കേടിനെ ആക്കം കൂട്ടരുത്. മനസ്സിലായോടി? ഇനി പോയിക്കോ. ഓ, ഇവള് വെറും വിദ്യയല്ല, അഭ്യാസം നന്നായി അറിയാവുന്ന വിദ്യ. ഒരു കുടുംബം കലക്കാനൊക്കെ ഇവള് മതി. ഇത് കഴുത്തിലുണ്ടാവുന്നിടത്തോളം കാലം മനസ്സിന്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഭിമാനത്തോടെ സിന്ദൂര രേഖയിൽ കുങ്കുമം ചാർത്താൻ കഴിയുമ്പോഴാ പെണ്ണ് കഴുത്തിലെ താലി അണിയേണ്ടത്. ആരും കാണാതെ കഴുത്തിലൊരു താലി ഒളിപ്പിക്കുന്നതല്ല പെണ്ണിന്റെ ധർമ്മം. പാടില്ല. ഇത് പൊട്ടിച്ചഴിഞ്ഞേക്കാം. ഇല്ല, താലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ പെട്ടെന്ന് അങ്ങനെ പൊട്ടിച്ചെറിയാൻ പാടില്ല. താലി കെട്ടി കഴിഞ്ഞ ഏതെങ്കിലും പെണ്ണിനോട് തന്നെ ചോദിക്കാം. സുചിത്രടുത്തി അല്ലെങ്കിൽ വേണ്ട, ഹരിത അതും വേണ്ട. ദേവി, ഒരു താലിയുടെ ഭാരം എന്നെ ചുമക്കാൻ ഏൽപ്പിച്ച് എന്നെ വല്ലാതെ പരീക്ഷിക്കല്ലേ. അന്ന് അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്.
ഈ താലിയ. ഒരു സ്ത്രീയുടെ രക്ഷാകവചവും മാർഗദർശിയൊക്കെ ഈ താലി. സ്ത്രീ പൂർണ്ണതയിലെത്തിയെന്ന് വിളിച്ചറിയിക്കുന്ന സാക്ഷിമുദ്രയാണിത്. ഇതിൽ ദൈവികാംശമുണ്ട് മോളെ. ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവൾ പതിവ്രതയും ഭാഗ്യശാലിയും ആയിരിക്കും മോളെ. താലിയുടെ പവിത്രത ഇപ്പോഴാണമ്മ എനിക്ക് ബോധ്യായത്. എന്ത് ത്യാഗം സഹിച്ചും താലി സംരക്ഷിക്കാൻ സ്ത്രീ കടമപ്പെട്ടവളാണെന്ന്. അല്ലേ അമ്മേ? ദേവി, എങ്ങനെയാ എന്റെ ബോധം മറിഞ്ഞത്? ആ ടവലില് എന്തോ ഗന്ധം ഉണ്ടായിരുന്നു. അതെടുത്ത് മുഖം തുടച്ചപ്പോഴാ എനിക്ക് തല ചുറ്റിയത്. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ദേവി, അവിടുന്ന് മഹാമായയാണ്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ദേവി കാട്ടിയ മായച്ചാലായിരിക്കോ ഈ താലി? ദേവി, നീയും സ്ത്രീയല്ലേ? അവിവാഹിതയായ ഒരു പെണ്ണിന്റെ കഴുത്തില് താലി ബന്ധിച്ച് പരീക്ഷിക്കുവോ? ഒരു പെണ്ണിന്റെ മനസ്സിനെ ഇങ്ങനെ തളർത്തിക്കളയോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദേവി. ഇനി നീ പ്രതീക്ഷിക്കാത്ത പലതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ടുകൊള്ളുക. എന്റെ കഴുത്തില് താലി ഉണ്ടെന്ന് വന്നറിയിച്ചത് ആ സന്യാസിയ. ഏതാ സന്യാസി? ആരാ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്? സന്യാസിയുടെ രൂപത്തിൽ വന്ന് ദേവി തന്നെയാണോ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? മായ, മഹാമായയുടെ മറ്റൊരത്ഭുതം. നീലിമയുടെ അമ്മ ഭാഗീരഥി വിളിച്ചിരുന്നു. ഭർത്താവ് നമ്പ്യാരും ഒത്ത് ഉടനെ നാട്ടിലേക്ക് വരാനാ അവരുടെ തീരുമാനം. അതിനു മുമ്പ് ജഗനും നീലിമയുമായിട്ടുള്ള വിവാഹ തീയതി നമ്മളങ്ങ് ഉറപ്പിച്ചേക്കണം. ഗൾഫിലെ ബിസിനസ്സൊക്കെ മതിയാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനാ അവരുടെ വരവ്. ആ കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കണം. അതിന് കൂടുതൽ കെട്ടുറപ്പുണ്ടാകണമെങ്കിൽ ഈ ബന്ധം നടന്നിരിക്കണം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണല്ലോ അമ്മേ. ഇനി നീലിമയെ വിവാഹം കഴിക്കണമെന്ന് ജഗന്റെ ഒരു സമ്മതവാക്ക് മാത്രം മതി. പക്ഷേ ഇവനത് പറയുന്നില്ലല്ലോ അമ്മേ. വിവാഹം വിവാഹം എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ എന്റെ മേൽ കുതിര കയറിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഈ ബന്ധത്തിന് തീരെ താല്പര്യമില്ല. എന്റെ വിവാഹത്തിന് സമയമായിട്ടുമില്ല എന്ന് നീ തീരുമാനിച്ചാ മതിയോ? ദേ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നാ നിന്റെ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, അതിനി നടക്കാൻ പോകുന്നില്ല.
ദേ ജോൽസിനെ കൊണ്ട് നിന്റെ ജാതകം പരിശോധിച്ചപ്പോ 3 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാന്നാ ജോൽസ്യൻ പറഞ്ഞത്. ജോത്സ്യൻ അങ്ങനെയൊക്കെ പറയും. എല്ലാ പൊരുത്തങ്ങൾക്കും മുകളിലാണ് മാനസിക പൊരുത്തം. കല്യാണ ചെറുക്കനെ കാണാൻ വിദേശത്ത് നിന്ന് കെട്ടിയൊരുക്കി വിട്ട പെണ്ണല്ലേ നീലിമ. എനിക്ക് അവളെ ഇഷ്ടമല്ല, അവൾക്ക് എന്നെയും പിടിച്ച മട്ടില്ല. പരസ്പരം ഇഷ്ടപ്പെടാത്തവരിൽ ഇഷ്ടം കുത്തിവെച്ച് നടത്തുന്ന വിവാഹം ഒരിക്കലും ശരിയാവില്ല. പിന്നെ എന്താ നിന്റെ തീരുമാനം? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പം മതി വിവാഹം. അത് നീ അങ്ങ് ഗോകർണത്തിൽ എന്ന് പറഞ്ഞാൽ മതി. കുറുപ്പ് നിനക്കായിട്ടൊരു പെണ്ണിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കഴുത്തിൽ നീ തന്നെ താലി കെട്ടിയിരിക്കണം. ആഹാരം കഴിക്കാതെ അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തല്ലോ. ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും അവനില്ലായിരുന്നു. അഹങ്കാരം അല്ലാതെ അവനെ രാഷ്ട്രീയത്തിൽ വലം കൈയായി കൊണ്ടു നടക്കുമല്ലേ അച്ഛൻ. അതിൻ്റെതായ ഊറ്റം അവനുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തില് അച്ഛനെ അവൻ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുസരിപ്പിച്ചിരിക്കും. രാഷ്ട്രീയത്തിൽ വലങ്കൈ ആയവൻ വ്യക്തി ജീവിതത്തിലും അവൻ എൻ്റെ വലങ്കൈ തന്നെ ആവണം. രാഷ്ട്രീയത്തിൽ സെന്റിമെന്റ്സിനൊന്നും സ്ഥാനമില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. എന്നെ ധിക്കരിച്ചാൽ അവന് ഞാൻ വട്ടപൂജ്യമാക്കിയിരിക്കും. മനസ്സിലായോ? ജഗന് വിദ്യാഭ്യാസം കുറവാണെന്നൊരു കുറ്റം നീലിമ എന്നോട് പറഞ്ഞിരുന്നു. കോളേജിൽ പോയി ഡിഗ്രികൾ വാരിക്കൂട്ടിയവരെക്കാൾ അറിവ് ജഗനുണ്ടെന്നാ ഞാൻ അവളെ ബോധ്യപ്പെടുത്തിയതോ. ജഗനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വിശദമായൊരു ക്ലാസ് തന്നെ ഞാൻ കൊടുത്തിരിക്കുക. അതൊക്കെ കേട്ടപ്പോ ജഗനെ നീലിമയ്ക്ക് ഇഷ്ടപ്പെട്ടതോ. ഇനി ജഗന്റെ സമ്മതം ഒന്ന് മാത്രം കിട്ടിയാ മതി, ഈ കല്യാണം നടന്നിരിക്കും. എന്താ ഏട്ടന്റെ അഭിപ്രായമൊന്നുമില്ലേ? ഓ, എന്റെ അഭിപ്രായത്തെ ഇവിടെ ആര് മാനിക്കാൻ? എന്നാലും എന്റെ അഭിപ്രായം ഞാൻ പറയാം. ജഗന് ഏറ്റവും യോജിക്കുന്ന പെണ്ണാണ് നീലിമ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇനി നീലിമയുമായുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ഒരു ആപത്ത് കൂടി ഞാൻ പറയാം. കോടീശ്വരനായ നീലിമയുടെ അച്ഛൻ നമ്പ്യാർ അങ്കിളും ഈ കുടുംബവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും തെറ്റിപ്പിരിഞ്ഞിരിക്കും. കർമ്മത്തിന് കൊള്ളില്ലാന്ന് നിങ്ങളൊക്കെ വിധി എഴുതി ജിതേട്ടൻ പറഞ്ഞതാ പരമാർത്ഥം. എങ്ങനെയും ജഗനെ കൊണ്ട് സമ്മതിപ്പിച്ച് നീലിമയുള്ള ബന്ധം നടത്താൻ നോക്ക്. ഞാൻ ഭാര്യ മാത്രമല്ല, ഒരമ്മയും കൂടെ ആയി പോയില്ലേ. ഭർത്താവിനെ ധിക്കരിക്കാനും ആവില്ല, മകന്റെ ഇഷ്ടങ്ങൾ എനിക്ക് തള്ളിക്കളയാനും ആവില്ല. ഇനി എന്താന്ന് വെച്ചാ വരുന്ന പോലെ വരട്ടെ. ഇവിടെ ചിലതൊക്കെ നടക്കും. ഒരു ബോംബിന് തിരികൊളുത്തി കഴിഞ്ഞു. ബുദ്ധിരാക്ഷസനായ വിക്രമിന് കഴുകന്റെ കണ്ണുകളാ. അയാളുടെ ദൃഷ്ടി എങ്ങാനും എന്റെ താലിയിൽ പതിഞ്ഞാൽ അതോടെ തീർന്നുവല്ല. ഈശ്വര, ആരായിരിക്കും? വസന്തേച്ചി വല്ലതും ആയിരിക്കോ? എന്റെ എല്ലാം തീർന്നു. ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. ആരാ? ഞാനും മോളെ, ഒന്ന് വാതില് തുറക്ക.
എന്താ മോളെ, നീ എന്താ വാതിലടച്ചിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. ഇല്ല, നിനക്ക് എന്തോ ഉണ്ട്. വന്ന് കേറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിനക്ക് വലിയ മാറ്റം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞൂടെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീയപ്പോ അമ്മയോട് കള്ളം പറയാനും പഠിച്ചു അല്ലേ? മുൻപ് എന്തുണ്ടെങ്കിലും എത്ര പ്രശ്നമുണ്ടെങ്കിലും എല്ലാം പറഞ്ഞിരുന്നത് അമ്മയോടാ. നീ അമ്മയോട് കള്ളം പറയാനും പഠിച്ചു അല്ലേ? നിനക്ക് എന്താ പറ്റിയത്? പറ മോളെ. അമ്മേ, അത് അമ്പലത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോ മുതല് വല്ലാത്ത തലവേദന. ദേഹം മുഴുവനും വല്ലാത്തൊരു വിറയൽ പോലെ. എന്താ മോളെ ഇത്? എന്ത്?